വളരെ മലയാള ഭാഷയിൽ പറഞ്ഞ വകതിരിവ് എന്ന് നമ്മൾ പറയും. വിവേചിച്ചറിയുക. ഇവരൊരു സത്യം തന്നെയാണെങ്കിലും അത് പറയണമോ വേണ്ടയോ, അത് പറയേണ്ട സമയം ഇതാണോ, അതാണ് ഔചിത്യബോധമെന്നും വിവേകമെന്നും നമ്മൾ പറയുന്നത്. അതിനെ ആശ്രയിച്ച് വേണം സത്യമായാലും കള്ളമായാലും ഏത് പ്രവൃത്തിയിലും ഒരു വിവേകം എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമാണ്. ഒരു വലിയ രാജ്യം ഒരു ചെറിയ രാജ്യത്തിന്റെ മേൽ യുദ്ധത്തിന് വരുന്നു. അപ്പൊ ആ ചെറിയ രാജ്യം പറയുകയാണ്, ഞങ്ങളെല്ലാവരും മരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യാൻ പോകുന്നു. അത് വിവേകമല്ല, അത് വേറെന്തോ ആണ്. പക്ഷെ അതിൽ വിവേകമില്ല. അപ്പോ വലിയ രാജ്യങ്ങൾ മുതൽ വ്യക്തികൾ വരെ, കുടുംബത്തിൽ വരെ, ഫാമിലി പ്രോബ്ലംസിൽ വരെ നമ്മൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ വിവേകം അഥവാ ഔചിത്യം, ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള. ഇത് എത്രത്തോളം നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് നവബോധത്തിലെ ഒരു പോയിന്റ്. ഹൗ ടു പ്രാക്ടീസ് വിവേകയ്ക്ക് വേറൊരു വാക്കുണ്ട്, വിസ്ഡം. നമ്മുടെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിസ്ഡം. ഇറ്റ്സ് നോട്ട് ഇൻഫർമേഷൻ, ഇറ്റ്സ് നോട്ട് നോളജ്. ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട്, ഇത് വിസ്ഡം എന്ന് പറയുന്നത് നോളജിന്റെ മുകളിലാണ്, അറിവിനേക്കാളും മുകളിലാണ്, സത്യത്തെക്കാളും മുകളിലാണെന്ന് പറയുന്നതിന് കാരണം വിസ്ഡം കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയെ കുറെ കൂടെ വികസിപ്പിക്കുന്നതാണ്. കാരണം ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അപകടകരമായ കാര്യം കണ്ടുപിടിക്കാനും ബുദ്ധി ഉപയോഗിക്കാം. പക്ഷെ ആ അപകടകരമായ കാര്യം ഒന്നിനും ഉപയോഗിക്കേണ്ട, ഇതങ്ങോട്ട് ഈ പരീക്ഷണം നടത്തണ്ട എന്ന് തീരുമാനിക്കുന്നതും വിവേകമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ വിസ്ഡം എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് തിങ് ആയിട്ട് എടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടു, വീണ്ടും ഒരു ആവേശത്തിൽ നമ്മൾ അതേ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് കരുതുക. അപ്പൊ വിവേകം അവിടെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതവിടെ ഡ്രോപ്പ് ചെയ്യും. ഇനി ഇത് വേണ്ട, ഇനി ഇത് ചെയ്യണ്ട. ഈ വിവേകം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദ റൈറ്റ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് ഫോർ മീ എന്നുള്ളത്. മറ്റൊരാൾക്ക് അത് വിജയമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് എനിക്ക് വിജയിക്കണമെന്നില്ല, ഞാൻ വേറൊരാളാണ്, അല്ലേ? അത് ആ ഒരു തിരിച്ചറിവ് അതിന് ഏറ്റവും സഹായിക്കുന്നതാണ് വിവേകം. ഇത് നമ്മുടെ ബേസ് ആയി കഴിഞ്ഞാൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വിവേകം ബേസ് ആയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു IT പ്രൊഫഷണൽ, ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് വിചാരിക്കുന്നു. അവനെ അമേരിക്കയിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കണമെന്ന് കരുതുന്നു. പക്ഷെ അവനങ്ങനെ യാതൊരുവിധ ടാലന്റും ഇല്ലാന്ന് കരുതുക. അവന്റെ കഴിവുകളും മറ്റുമൊക്കെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലാണെന്ന് വിചാരിക്കുക. ഇത് തിരിച്ചറിഞ്ഞ് കൃത്യമായി നമ്മുടെ ആഗ്രഹത്തിനപ്പുറം അവന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി അവന്റെ വഴിയിലേക്ക് എങ്ങനെ നമുക്ക് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളിടത്താണ് വിവേകം. പക്ഷെ അതിന് പകരം ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക, എനിക്കേ പറ്റിയില്ല, അതെന്റെ മക്കളെ ആക്കണം തുടങ്ങിയ ബാലിശമായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾസ് സെറ്റിൽ ചെയ്ത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് വിസ്ഡം. അത് വിസ്ഡം അല്ല. യാഥാർത്ഥ്യ ബോധത്തിൽ ഊന്നിയ വിവേചന ബോധമാണ്, കറക്റ്റായിട്ടുള്ള തരംതിരിവാണ് ശരിക്കും വിവേകം എന്ന് പറയുന്നത്. നിങ്ങളൊരു 30 വയസ്സിൽ ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളും 60-ാമത്തെ വയസ്സിലും ചെയ്യണം എന്ന് കരുതിയാൽ ദാറ്റ്സ് നോട്ട് വിസ്ഡം. സമയം മാറുന്നതനുസരിച്ച് നമുക്കുണ്ടാകുന്ന പരിമിതികളെ തിരിച്ചറിയുന്നതാണ് വിവേകം. ഇങ്ങനെ ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങളിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. തെറ്റായിക്കോട്ടെ, ശരിയായിക്കോട്ടെ, സത്യമായിക്കോട്ടെ, കള്ളമായിക്കോട്ടെ, അതിനെല്ലാം മുകളിലായിട്ട് വിവേകത്തെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇത് ഇയാളോട് പറയേണ്ടതാണ്, സത്യം തന്നെ ആയിരിക്കാം. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്തിനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞു. നമ്മളതിനെ ഉടനെ തന്നെ അവിടെ നിന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഈ ഇടയ്ക്ക് അങ്ങനത്തെ സംഭവം നടന്നല്ലോ, അല്ലെ? അതിന്റെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അധികം വിഷയമായ ഒരു ആത്മഹത്യയുണ്ട്. ആ ആത്മഹത്യയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവേകമില്ലായ്മയിൽ നിന്നുണ്ടായതാണ്. ആ സംഗതിയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായാലും കള്ളമായാലും അതിന് അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിക്കാത്തതാണ് ഒരു ജീവിതം നഷ്ടപ്പെട്ടത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ബേസിക്കലി ദ ഫസ്റ്റ് പോയിന്റ് ഈസ് വിസ്ഡം അല്ലെങ്കിൽ വിവേകം എന്നുള്ളതാണ് ഇന്നത്തെ നവബോധ സത്സംഗത്തിന്റെ ആദ്യത്തെ പാഠം.